ഇനി കൂടുതൽ വേണമെങ്കിൽ അത് അതിൽ ചേർത്തോ. അല്ല അത് ഉപയോഗിച്ചോ. അടിപൊളി കൂട്ടായി. ഏത് കോളിഫ്ലവർ ആണെങ്കിലും ഭംഗിക്കുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല, നമുക്ക് അറിയാൻ പറ്റില്ല സാധനമാണ്. ഇങ്ങനെ ഈ പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് കോളിഫ്ലവർ കൊണ്ടുള്ള നഗറ്റ്സാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ്റെ നഗറ്റ്സൊക്കെ നമ്മൾ വാങ്ങിക്കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ കോളിഫ്ലവർ കൊണ്ട് ഉണ്ടാക്കാം നല്ല ടേസ്റ്റുള്ള സാധനമാണ്. നമ്മുടെ ഇത് ഉണ്ടാക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കോളിഫ്ലവർ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. കോളിഫ്ലവറിന് കട അധികം ഉണ്ടാവില്ല, അതായത് കട ബൊക്ക. അപ്പോൾ ഒരു ബൊക്ക വേണി പറിച്ചോ. നമ്മുടെ കല്യാണത്തിനാണല്ലോ ബൊക്ക പിടിച്ചത്. ഇത് പിടിച്ചിട്ട് കല്യാണം കഴിക്കുകയാണെങ്കിലോ ഒരു വെറൈറ്റി അല്ലേ, ചെക്കനും പെണ്ണും. പിന്നെ അല്ല പിന്നെ കോഴികളും നമ്മുടെ വീട്ടിലത്തെ കോളിഫ്ലവർ നമ്മൾ പൊട്ടിച്ചത് ഇങ്ങനത്തെ കഷ്ണങ്ങളാക്കി മാറ്റി. ഇനി ഇതിനെ നമ്മൾ ചെറുതായിട്ട് വേവിക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ വേവിക്കുമ്പോൾ അതായത് ഏത് കോളിഫ്ലവർ ആയാലും നമ്മൾ വെറുതെ ഒന്ന് കുറച്ച് മഞ്ഞൾ പൊടിയും സ്വല്പം ഉപ്പിട്ടിട്ടൊന്ന് വേവിക്കണം. ഇതിനിടയിൽ കുറേ കൃമി കീടങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ ജൈവമാണെന്ന് പറഞ്ഞാലും ഇനിയിപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും എന്തിട്ടായാലും ഉണ്ടാകും. അപ്പോൾ നമ്മളിത് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി. മഞ്ഞൾ അറിയാലോ, വിഷഹാരിയാണ്. വിഷത്തിനെ ഇല്ലാണ്ടാക്കുന്ന സാധനമാണ് മഞ്ഞൾ. പിന്നെ ഇത്തിരി ഉപ്പ് കൂടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേവിക്കാൻ പോകണു. ഭയങ്കര കാറ്റാ, ഒരു മഴയുടെ കോളുണ്ട്. വെക്കുന്നു, മൂടി വയ്ക്കുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊന്ന് ശരിയാക്കാം. നമ്മൾ ഈ സാധനം തിളച്ചു ഒരു 5 മിനിറ്റ് നേരം തിളച്ചാൽ മതിട്ടാ. എന്നിട്ട് അതിൻ്റെ തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഈ വെള്ളം നമുക്ക് ഊറ്റി കളയണം. 5 മിനിറ്റായി. നമുക്കിത് തീയല്ല ഇതിൻ്റെ വെള്ളം ഊറ്റി കളയാം കേട്ടോ. കണ്ടോ നമ്മുടെ വീട്ടിലത്തെ കോളിഫ്ലവറിൻ്റെ ഒരു ഭംഗി കണ്ട. ഏത് കോളിഫ്ലവർ ആണെങ്കിലും ഭംഗിക്കുണ്ടാവും കേട്ടോ. ഇതേപോലെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല, നമുക്ക് അറിയാൻ പറ്റില്ല ഈ സാധനമാണെന്ന്. ഇതിലത്തെ വെള്ളം നമ്മൾ ഊറ്റി കളഞ്ഞു. ഇനി എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മിക്സിയുടെ ജാറില്ലേ, അതിൽ നമ്മൾ ഇട്ടിട്ട് ഒറ്റ അടിക്കുക. ചെറുതായിട്ട് ഇങ്ങനെ പൊടിയായിട്ട് അങ്ങനെയല്ലേ ഈ ചോപ്പറിലൊക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് പൊടിയായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇത് കൊണ്ടുവരാം. അങ്ങനെ ആക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ. നമ്മൾ മിക്സിയിൽ ഈ സാധനം നന്നായി അരച്ചു കൊണ്ടുവന്നു. കണ്ട ഇങ്ങനെ അരച്ചു. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാണ്ട് ഇനി വെറും സിമ്പിളാണ്. ഒരു കോഴിമുട്ട. ഈ കോഴിമുട്ട ചേർക്കണം നിർബന്ധത്തിൽ. നമ്മൾ ഇതിലേക്ക് വേറെ സാധനങ്ങൾ ചേർക്കുന്നതുകൊണ്ട് കോഴിമുട്ട വേണമെങ്കിൽ ചേർക്കാമെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു കോഴിമുട്ട നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കണം. പിന്നെ ഈ ചീസ് ഇത് പൊടിയായിട്ട് ഇങ്ങനെ ആക്കിയത് കേട്ടാ. ഇത് ഒരു 2-3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണിൻ്റെ അത്രയ്ക്ക് കുരുമുളക് പൊടി. വലിയ എരിവ് വേണമെന്നുള്ളവർക്ക് അത് ചേർക്കാം കേട്ടോ. കുരുമുളക് പൊടി കൂടുതൽ ചേർത്താൽ മതി. നമ്മളൊരു മുളക് പൊടി കാര്യങ്ങളൊന്നും ചേർക്കണില്ല. പിന്നെ ഈ ഗരം മസാല പൊടി ഇല്ലേ, അതൊരു സ്വല്പം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഈ റസ്ക് പൊടിയില്ലേ, ബ്രെഡ് അല്ല മറ്റേ ഈ റൊട്ടിപ്പൊടി, അത് നോക്കിയിട്ട് നമുക്ക് ചേർക്കണം. ഇപ്പോൾ 2 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി കുഴച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഈ എന്താ പറയുക നഗറ്റ്സിൻ്റെ പോലെയാക്കില്ലേ, ആ ഷേപ്പിൽ വരുത്തുന്ന അത്രയ്ക്ക് നമ്മൾ ചേർക്കണം. കുഴക്കുന്നതിനനുസരിച്ച് നമുക്കറിയാം. അതിന് മുന്നേ നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പിടണം. ചീസിൽ ഇത്തിരി ഉപ്പുണ്ടാവും, നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി. ഉപ്പൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് കുഴയ്ക്കാൻ പോവാണ്. ഞാൻ കൈ നന്നായിട്ട് ഒന്നുകൂടി കഴുകിയിട്ട് വരട്ടെ. കൈ അടിപൊളിയായിട്ട് കഴുകിയിട്ടാ
എന്നിട്ട് നമ്മൾ ഇത് കുഴയ്ക്കാൻ പോകണം. അപ്പോൾ അത് നമുക്ക് പാകത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൽ ബ്രെഡിൻ്റെ പൊടി ചേർക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലാണ്ട് തോന്നിയ പോലെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ആകുമ്പോഴേ നമുക്ക് കറക്റ്റ് ഇതിൻ്റെ അളവ് അറിയാൻ പറ്റും. ഈ സാധനം ഉണ്ടാക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനോധർമ്മം അനുസരിച്ചാണ് ഇതിലുള്ള ഓരോ സാധനങ്ങൾ ചേർക്കുന്നത് കേട്ടോ. നമുക്ക് എന്തൊക്കെയാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ മുളക് പൊടി ചേർത്തോ, അല്ലാണ്ട് ഇതിന് കൃത്യമായിട്ടുള്ള നിയമാവലികളൊന്നുമില്ല. നമ്മൾ നന്നായി കുഴയ്ക്കണം. ഇതിങ്ങനെയാണ് കുഴച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം കൂടി ചേർക്കണം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചെറിയൊരു മണം കേട്ടോ. അതും കൂടി ഇരിക്കുന്നു. നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കി നോക്കാം, ഉപ്പിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കി നോക്കട്ടെ. ഒരു സ്വല്പം ഉപ്പ് ചേർക്കണം, ഇത്തിരി ഉപ്പ് കേട്ടാ. അടിപൊളി കൂട്ടായി. ഇനി ഇതിനെ നമ്മൾ പല പല ഷേപ്പുകളിലേക്ക് ആക്കിയിട്ട് ഇവനെ വറക്കാം. ഇപ്പോൾ നമ്മൾ കറക്റ്റ് പാകാക്കി കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് ഏതൊക്കെ ഷേപ്പിൽ വേണമെങ്കിലൊക്കെ നമുക്ക് തീരുമാനിക്കാം. നമുക്ക് കട്ട്ലറ്റിൻ്റെ രീതിയാക്കാം, പിന്നെ സോസേജിൻ്റെ പോലെയാക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഷേപ്പാക്കാം. അപ്പോൾ നമുക്ക് സോസേജിൻ്റെ പോലെയാക്കുമ്പോൾ നമുക്കിതിങ്ങനെ കയ്യിൽ ഉരുളയാക്കിയിട്ട് ഇതിങ്ങനെ ഒന്ന് ഇതാക്കിയാൽ മതി. കണ്ടോ, ഇങ്ങനെയുണ്ട് ആക്കിയിട്ട് ഇത് ഈ ഷേപ്പിലാക്കാം. ഷേപ്പിൽ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ കട്ട്ലറ്റിൻ്റെ പോലെ വരുത്താം, പിന്നെ വെറുതെ ഉരുളകളായിട്ട് മുകളിൽ ഒരു ഞെക്ക് കൊടുക്കാം. പിന്നെ ഈ ഷേപ്പ് ലാസ്റ്റ് ഇതിനെ സോസേജ് ആക്കാം. ഓക്കെ, ഇത്രയും സാധനങ്ങളായി. അപ്പോൾ ഇനി നമുക്ക് ഇത് വറക്കേണ്ട പരിപാടിയിലേക്കാണ് പോവാം. നമ്മളിനി കുറച്ച് കോൺഫ്ലവർ കലക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസായിട്ട് കലക്കണം. ഇതിൽ മുക്കണം. നമുക്ക് കലക്കി എന്ന് പറഞ്ഞാൽ അടിപൊളി ഇരുന്നാണ് അർത്ഥം കേട്ടോ. ഇനി നമ്മൾ ഇതിൽ നിന്ന് പറഞ്ഞാൽ എടുക്കണം. ഇത് നമ്മുടെ ഈ ബ്രെഡിൻ്റെ ഇതിൽ ഇടണു. എന്നിട്ട് നന്നായിട്ടൊന്നാക്കാം. കട്ട്ലറ്റിൻ്റെ പോലെ ഉണ്ടല്ലേ സാധനം. എന്നിട്ട് ഇതിലൊന്ന് മുക്കണം. എന്നിട്ട് വീണ്ടും ഈ സാധനം ഇതിലിടണം. 2 പ്രാവശ്യമായിട്ടാക്കുമ്പോഴേ ഈ സാധനം വിട്ടു പോരാണ്ടിരിക്കുക തന്നെ കേട്ടോ. എന്നിട്ട് ഇത് മാറ്റിയിരിക്കുന്നു. എല്ലാം ഇങ്ങനെ മുക്കി കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം പരിപാടി. കോൺഫ്ലവർ ഭയങ്കര കട്ടിയിലാവരുതിട്ടാ, അപ്പോൾ ആകെ കൊളാവും സാധനം. എന്നിട്ട് നന്നായി മുക്കിയിട്ട് നമ്മളിതിൽ വയ്ക്കുന്നു കേട്ടോ. ഇതേ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല കേട്ടോ. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷമ വേണത്തിരി. 2 പ്രാവശ്യമൊക്കെ മുക്കണ്ട ഇതിൽ. അത് നമ്മുടെ കഴിഞ്ഞു കേട്ടോ പരിപാടി. കഴിഞ്ഞിട്ടല്ല, ഇനി നമ്മൾ അടുത്ത് വറുത്ത് പോരാൻ പോകണം. കയ്യിൽ നിന്ന് കഴിയിട്ട് വരട്ടെ. ഇനി നമ്മൾ ഈ പാത്രം എടുക്കണം, വറുത്ത് പോരാൻ പോകണം. തീ കത്തിക്കണം. കാറ്റുണ്ട്. നമ്മളേ വെളിച്ചെണ്ണയിലാണ് ഇതാക്കണത് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ടേസ്റ്റ് എന്ന് പറയുന്നവരുണ്ട്. നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി. ടേസ്റ്റ് ഇനി കൂടുതൽ വേണമെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചേർത്തോ, അല്ല അത് ഉപയോഗിച്ചോ. പാത്രം ചൂടായി, നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഭയങ്കരമായിട്ട് മുക്കി വറക്കണില്ല കേട്ടോ ഞാൻ. എന്നാലും വെളിച്ചെണ്ണ കുറച്ച് വേണം. നമ്മൾ മീൻ വറക്കണേക്കാളും ഒരു പൊടിക്ക് കൂടുതൽ കേട്ടോ. നല്ല കാറ്റ്. തീ ആ സൈഡിലേക്ക് പോണത്. അതായത് തീ സിമ്മിലിടേണ്ട ആവശ്യമില്ല. അത് ഭയങ്കര തീയിൽ ചെയ്തിട്ട് അപ്പോൾ കരിഞ്ഞു പോയി സാധനം. ചിലപ്പോൾ വിട്ടുപോയും. ഇതിന് പിടുത്തം കുറവാണല്ലോ കൂടുതൽ. ഈ കോളിഫ്ലവറിനല്ലേ, കോളിഫ്ലവർ അത്രയ്ക്കാണ് പിടുത്തമുള്ളൊരു സാധനമല്ല.
ഈ മറ്റേ കട്ട്ലറ്റിലൊക്കെ ഉരുളക്കിഴങ്ങ് കണ്ടമാനം ചേർക്കുമ്പോൾ ഒരു പിടുത്തം കിട്ടും. ഇതിൽ പിടുത്തം കുറവാണല്ലോ. നമ്മുടെ ഇത് ചൂടായി തുടങ്ങി. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ മീഡിയം തീയിലാക്കിയാൽ മതി. ഒന്നടിച്ച് നോട്ടെ, ഓരോന്നോരോന്നേക്കാം. ഇത്രയും പേരെ നമ്മൾ വെച്ചു. ഇടയ്ക്ക് നമുക്ക് നോക്കി നോക്കാം കേട്ടോ, ആ സൈഡ് ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി നോക്കാം നമുക്ക്. ആയി വരുന്നുണ്ട്. എല്ലാവരും പാകത്തിനായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. വളരെ നൈസ് തീയിലട വേവട്ടെ. ഇപ്പോൾ സരിത പോരും. സരിത മയണൈസ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞത് കൂട്ടി കഴിക്കണ്ടേ. മയണൈസ് കോഴിമുട്ടയൊക്കെ ചേർത്ത്. അപ്പോൾ നമ്മുടെ ഈ സാധനങ്ങളെ പാകമായിട്ടുണ്ട്. അപ്പോൾ എന്തൊരു ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലുണ്ടാക്കുമ്പോൾ തീ അല്പമെങ്കിലും കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ചെറുതായിട്ട് ഇതുകൊണ്ട് വിട്ട് പോരും. അപ്പോൾ തീ കൂടാണ്ടിരിക്കാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം തീ കൂടാണ്ടിരിക്കാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എടുക്കാം. കോളിഫ്ലവറിൻ്റെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നഗ്ഗറ്റ്സ് എടുത്ത് വയ്ക്കുന്നു കേട്ടോ. ജഗ് പറഞ്ഞ കോളിഫ്ലവർ നഗ്ഗറ്റ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനത്തിന് കണ്ട. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു രഹസ്യം പറയാൻ പോണ്. ഈ സാധനം കണ്ട, ഇവൻ്റെ അവിടേക്ക് തീ ഇത്തിരി കൂടിപ്പോൾ ഇവന് ഒരു ചെറിയൊരു ഷേപ്പിലൊരു വ്യത്യാസം വന്നുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീ കൂടരുത്. ഇനി ഒരു ട്രിപ്പ് കൂടി വയ്ക്കാണ്ട് അപ്പം സരിതേ മയണൈസ് ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരും. സരിത മയണൈസ് കൊണ്ടുവന്നു. പിന്നെ ഇത്തിരി സോസ് ഉണ്ട്. ഞങ്ങളിതിൻ്റെ ടേസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ ഈ സാധനത്തിൻ്റെ. അപ്പോൾ ഇതെങ്ങനെ എടുത്ത് തിന്നണത്? മയണൈസ് ഈ തലയ്ക്ക് കയ്യോണ്ട് എടുത്ത് തിന്നോ? എടുത്ത് തിന്നോ? എന്താണ് ഇതിൻ്റെ രുചി? സോഫ്റ്റ്, ഭയങ്കര സോഫ്റ്റാ. മയണൈസ് കൂട്ടിയിട്ടാണോ സോസ് കൂട്ടിയിട്ടാണോ ടേസ്റ്റ് നോട്ടെ? മയണൈസ് കൂട്ടിയിട്ട്. സോസിൻ്റെ ആവശ്യമില്ല. കുഴപ്പമില്ല. ഏതാ ജഗ്ഗുന് ഇഷ്ടമായത്? മയണൈസാ? ഇതൊരാൾക്ക് കുറവ് തിന്നാട്ടാ. എത്ര എണ്ണം വേണേ തിന്നാം. ഇതൊരു ആ ചീസിൻ്റെ ഒരു ഇതല്ലേ ടേസ്റ്റ് ശരിക്ക് അപാര ടേസ്റ്റ് കേട്ടാ. ജഗ്ഗു എങ്ങനെ ഇഷ്ടപ്പെട്ടാ? നമ്പർ 1 സാധനം നിർത്താതെ. കട്ടലൊക്കെ അതിന് പിന്നെ പോയിരിക്കട്ടെ. അതാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, വലിയവർക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും കോളിഫ്ലവർ നമ്മുടെ വീട്ടിൽ ഉള്ളത് കൊണ്ട് നമ്മൾ ചെയ്തു. പുറമൊന്ന് വാങ്ങിക്കാം. നല്ലപോലെ വാങ്ങി വെള്ളത്തിൽ തിളപ്പിച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറേ വിഷാംശങ്ങളൊക്കെ പോകും. അപ്പോൾ നല്ല സാധനം, അടിപൊളി സാധനം, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സാധനം. അപ്പോൾ നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.